തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. എൻ.കെ. പ്രേമചന്ദ്രൻ എംപിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് വാഹനം വാങ്ങിയത്. എൻ.കെ. പ്രേമചന്ദ്രൻ എംപിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംഭാഗം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ആണ് നടത്തിയത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ എൻ.കെ. പ്രേമചന്ദ്രൻ എംപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആശുപത്രി ജീവനക്കാരെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 2025-26 ധനവർഷത്തെ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ അനുവദിച്ചതാണ്. ഈ ഹെൽത്ത് സെന്ററിൽ, തെക്കുംഭാഗം ഹെൽത്ത് സെന്ററിൽ അത്യാവശ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കേണ്ടത്. സത്യത്തിൽ ഈ സംരംഭം ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയുടെ ഭാരവാഹികളും അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ, ആശുപത്രി അധികൃതരുമൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ, ആംബുലൻസ് നൽകാനുള്ള പ്രൊവിഷൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിനുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങി നൽകാനുള്ള പ്രൊവിഷൻ സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു പ്രൊവിഷൻ MPLADയുടെ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം നിരന്തരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്, ചില ഭേദഗതികളെ ഉപയോഗിച്ചുകൊണ്ടാണ്, ചില എക്സംഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആശുപത്രിയിലെ അധികൃതർക്കും അതുപോലെ തന്നെ മറ്റ് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാഹനം അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സംഷൻ ഉത്തരവ് നൽകിക്കൊണ്ടാണ് സത്യത്തിൽ തെക്കുംഭാഗം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ഇത്തരത്തിലൊരു വാഹനം അനുവദിക്കാൻ കളക്ടറേറ്റിൽ നിന്ന് അനുവാദ ഉത്തരവ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ, മുൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ, അതുപോലെ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഈ അവസരത്തിൽ ആർദ്രമായ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വളരെ ബാലാരിഷ്ടതകളുമായി ഉണ്ടായിരുന്ന ആശുപത്രി വലിയ രൂപത്തിൽ മാറാൻ, ഒരുപാട് സൗകര്യങ്ങളാകാൻ ഇതിനകം തന്നെ അവസരമുണ്ടായിട്ടുണ്ട്. തുടർന്നും കൂടുതൽ മികവാർന്ന നിലയിൽ ഈ ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നാടിൻ്റെ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. അതിന് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, അവസരങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും അനുമതിയോടുകൂടി, എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി, അതോടൊപ്പം തന്നെ ഈ വാഹനം ഒരുപാട്, പ്രത്യേകിച്ചും പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവിടെ യഥാസമയം കൃത്യതയോടുകൂടി ജീവനക്കാർക്കും ബന്ധപ്പെട്ട പ്രവർത്തകർക്കും എത്തുന്നതിന് ഇത്തരത്തിലൊരു വാഹനം, പ്രത്യേകിച്ചും തെക്കുംഭാഗം പോലെയുള്ള കായലോര ഗ്രാമപ്രദേശത്തെ ഇടുങ്ങിയ ഇള റോഡുകളിലൂടെ സഞ്ചരിച്ച് കൃത്യസമയത്ത് എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ രോഗികൾക്ക് ആശ്വാസമുണ്ടാക്കാൻ ഈ സംരംഭം ചെറിയ വികസന സംരംഭമാണെങ്കിൽ പോലും ഈ സംരംഭം ഏറെ പ്രയോജനപ്രദമായി മാറി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ പുതിയ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്ത് ആശുപത്രിക്ക് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസകൾ നേർന്നു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ വികസന ഫണ്ടിൽ നിന്നും MP അനുവദിച്ച വാഹനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്തുന്നത്. MP ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോൾ അത് ഈ നാടിന് പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യം, ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യാവശ്യമുണ്ടായിരുന്ന ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്തതിന് ആദ്യം തന്നെ MPയോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി, ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഉതകുന്നതാണ്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, HMC അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.